ആർപ്പിൻനാഥം എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ക്രിസ്ത്യ ജീവിതം വിശ്വാസവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടത്. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാ പറയുന്നത്. വചനത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം വരുമ്പോഴത്തേക്ക് വിശ്വാസികളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ കാണുവാൻ വേണ്ടി കഴിയും. ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തെ കുറിച്ച് തന്നെ. ഒരിക്കൽ പത്രോസിനെ ദൈവം വിളിച്ച് അല്പവിശ്വാസിയല്ല വിളിച്ച്. അല്പമല്ല, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവരായിരിക്കണം ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മളൊക്കെ പ്രസംഗങ്ങളിൽ കേട്ടുള്ളൊരു കഥയുണ്ടാകും. പണ്ട് ഒരമ്മച്ചി വീടിന് മുമ്പിൽ വലിയൊരു ഭയങ്കരം കുന്ന്. ആ കുന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ അത് പൊളിച്ചു കളയണം, അതവിടെ നിന്ന് മാറണം. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ കുന്നിനോട് മാറി കടലിൽ വീണ് പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ അമ്മച്ചിയെ കുറിച്ച് അങ്ങനെ പറയും. പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്നവരും കാണുന്നവരും എല്ലാം ആ അമ്മച്ചിയെ കളിയാക്കിക്കൊണ്ടിരിക്കുക. മരുമോള് തന്നെ അവരെ കുറിച്ച് പറയുന്നത് ഈ തള്ളയ്ക്ക് വട്ടാന്നാ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിലും പറയത്തില്ല, വെളിവുള്ളവരൊന്നും പറയുന്ന കാര്യമല്ല ഇത്. പക്ഷെ ഒരിക്കലും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവർ വിശ്വസിച്ചു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, കുറെ കഴിഞ്ഞപ്പോഴേ ഈ കഥയ്ക്കകത്ത് പറയുന്നത് ഈ അമ്മച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്നത്. പിന്നീട് ആ നാട്ടിൽ എന്തോ ഒരു വികസന പ്രവർത്തനം നടന്നപ്പം ഈ കുന്ന് പാടെ നീക്കി. അമ്മച്ചിയുടെ ജീവിതകാലത്ത് തന്നെ അത് കാണാൻ വേണ്ടി ഇടയായി എന്നാണ് കാണുന്നത്. അതുപോലെ അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു കഥയും കൂടെ, നമ്മൾ താൻ ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു കഥയും കൂടെ നമ്മൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ഒരു നാട്ടിൽ മഴ പെയ്യുന്നില്ല, നാളുകളോളം മഴ പെയ്യുന്നില്ല, ഒത്തിരി നാളുകളായിട്ട് മഴ പെയ്യുന്നില്ല. അവസാനം നാട്ടുകാരെല്ലാം അവിടെ കൂടി, അല്ലെങ്കിൽ സഭക്കാരെല്ലാം അവിടെ കൂടി പ്രാർത്ഥന ആരംഭിച്ചു, ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ ദിവസം പ്രായമുള്ളവരൊന്നും കുടയൊന്നും എടുക്കാതെ വരുന്നത്. കാരണം ആ നാട്ടിലൊന്നും ഒരിക്കലും മഴ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കൊച്ചുകുട്ടി മാത്രം കുടയും കൊണ്ടുവരുന്നു. അപ്പം ഈ കുടയും കൊണ്ട് വരുന്ന ആളിനെ പ്രാർത്ഥിക്കാൻ വന്ന മുതിർന്നവരെല്ലാം കളിയാക്കുക. നീ എന്തിനാടാ ഈ സമയത്ത്, ഈ മഴ പെയ്യാത്ത കാലത്ത് കുടയും കൊണ്ട് വരുന്നത്? അവസാനം കൊച്ചുകുട്ടി പറയുന്നത് ഇങ്ങനെയാ, നമ്മളൊക്കെ മഴയ്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യും, ദൈവം തരും. തിരിച്ചു വരും, പോകുമ്പോൾ മഴയായിരിക്കും. ആ മഴയത്ത് ചൂടാൻ വേണ്ടിയാണ് കുട. ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യം അല്ലേ? ശരിക്കും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നാളുകൾ പ്രാർത്ഥിക്കും. പക്ഷേ അതിൻ്റെ അനുസരിച്ചുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പുകൾ നാം നടത്തുന്നുണ്ടോ? മഴയ്ക്ക് വേണ്ടി ആ പ്രാർത്ഥന, പക്ഷെ കുട കരുതാതെയാണ് പ്രാർത്ഥന. വിശ്വാസത്തിന്റെ ആക്ടിവിറ്റി അവിടെ ഇല്ല. സോ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ചില ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാം. ദൈവം ചിലത് ചെയ്യും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ദൈവത്താൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഒരിക്കല് ഞാൻ ഓർക്കുന്നു, എൻ്റെ അല്പം പണത്തിന് വേണ്ടി ആവശ്യം വന്ന സമയത്ത് ഒരു ജംഗ്ഷനിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈലിൽ ബെല്ലടിക്കാൻ വേണ്ടി ഇടയായി. നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള ആ തുക അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വന്നു. നമ്മുടെ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും. പണ്ടൊക്കെ വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ പണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടിയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം, നമ്മുടെ ജീവിതത്തിൽ നടക്കും. യെസ്, നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ രോഗത്താൽ കിടക്കയിലായിരിക്കുന്നുവോ? ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? നാളുകളെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണുന്നില്ലല്ലോ എന്നുള്ള നിരാശയിലാണ് കഴിയുന്നത്. മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക, മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുക. എന്നിട്ട് ഉറക്കം വിളിച്ചു പറ, ദൈവം എനിക്ക് വിടുതൽ നൽകിയിരിക്കുന്നു, ദൈവം എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. സാമ്പത്തികമായ ബാധ്യതകളാണോ ചില നാളുകളായിട്ട് നിങ്ങളായിരിക്കുന്നത്? ചിലത് ഉറക്കം വിളിച്ചു പറയുക, ദൈവം ചില അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്, ദൈവം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുക, ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക, ചില ചൂടുവെപ്പുകൾ നടത്തുക. പത്രോസ് പടകിൽ നിന്ന് യേശുവിനെ കണ്ടപ്പോൾ പടകിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി അവൻ എടുത്ത് ചാടി, വെള്ളത്തിലേക്ക് ചാടി. എപ്പോഴത്തെ ചാടുന്നതെന്ന് അവൻ നോക്കിയില്ല.
1-2 ചൂടുകൾ അവൻ നടന്നു. അതിനുശേഷമാണ് അവൻ പ്രതിസന്ധിയെ കാണുന്നത്. യെസ്, 1-2 ചൂടുകൾ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തകർന്നു പോയെന്ന് വരാം. പക്ഷേ ദൈവം നമ്മെ കരം പിടിച്ചുയർത്തും. ദൈവം നമ്മോടെ പോകട്ടെ. ദൈവം നമ്മെ കരങ്ങളിൽ താങ്ങും. അസാധ്യങ്ങളായിട്ടൊന്നുമില്ല. ഈ പ്രഭാതം അല്ലെങ്കിൽ ഈ ദിവസം നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നു, ഏത് സമയം ടൈം സോണിലായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ചില വിടുതലുകൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അത് സാധിക്കും. എൻ്റെ സന്ദേശം കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അങ്ങനെ നടക്കട്ടെ. ആർപ്പിൻ നാദം ഉയരട്ടെ. നന്ദി.